നമുക്ക് സോഫ്റ്റ് സിൽക്കിൻ്റെ പാറ്റേണിൽ സെമിയിൽ വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് വന്നിരിക്കുന്ന സാരീസാണ്. 1280 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയൊക്കെ കൊടുക്കുന്ന അതേ ഫീലിൽ അതേ ആ ഒരു പാറ്റേണിലുള്ള മെറ്റീരിയലുമാണ്. അതിനകത്ത് ചെറിയ സെറിയോൺ ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. അതിനകത്ത് ഇതുകൊണ്ട് ഇതേപോലെ ഒരു സെറിയുടെ വ്യൂ പാറ്റേൺ ആണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. നല്ലൊരു മെറ്റീരിയൽ ആട്ടോ, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. നമുക്ക് 1 ലെയർ ഇട്ട് കൊടുക്കണമെങ്കിൽ 1 ലെയറും ഇടാം, പ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്ലീറ്റ് ചെയ്തിടാം. 1280ക്ക് നല്ലൊരു സാരിയാണിത്. നമുക്ക് ഉടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ്. അതിനകത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാട്ടോ, സെയിം ഈ സാരിയുടെ അതേ പാറ്റേൺ തന്നെയാണ്. സെറി വീവ് ഇല്ലാന്നേ ഉള്ളൂ. ടാസൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഹോൾ ബോഡി, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഹോൾ ബോഡിയിലേക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ. സാരി നമ്പർ 1280. അടുത്ത സാരി നമ്പർ 2. ഇതൊരു റെഡ് എന്ന് പറഞ്ഞാൽ ഈ മെറൂൺ ഒരു പിങ്ക് ചേർന്ന ഒരു റെഡില്ല, അങ്ങനത്തെ ഒരു എക്സാക്റ്റ് റെഡ് എന്നും പറയാൻ പറ്റത്തില്ല, ഒരു പിങ്കിൻ്റെ ഒരു ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. സാരി നമ്പർ 2. ഡിസൈനിൽ മാത്രം ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. സാരി നമ്പർ 3 നോക്കിയ ഒരു ഇതൊക്കെ ഒരു നല്ല ഒരു ലാവൻഡർ പിങ്ക് ചേർന്ന ഒരു ഷെയ്ഡാട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ. ഇതേ സാരി നമ്പർ 3. ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഒക്കെ നല്ല സാരീസാട്ടോ. ഇതിൻ്റെയൊക്കെ കളറുകൾ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. ഇത് കണ്ടോ, സാരി നമ്പർ 4. ഇതേ ഇതും ഒരു ഡസ്റ്റി പേർപ്പിൾ ടോണിലേക്ക് വരും. നല്ല സാരീസാണ്. അടുത്ത് വരുന്ന ഒരു സീ ഗ്രീൻ ഷെയ്ഡ്, സാരി നമ്പർ 5 സീ ഗ്രീൻ. അതിനകത്ത് ഇതേപോലെയാണ്. ഡിസൈനിൽ മാത്രം വന്നിരിക്കുന്ന ഡിഫറൻസസ് ആട്ടോ. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു ബേജ് ടോൺ. സാരി നമ്പർ 6 ബേജ്. നല്ല സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് ആണ്, ഉടുക്കാനും കംഫർട്ടബിളാണ്, ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. സാരി നമ്പർ 7 ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെ. സാരി നമ്പർ 7 നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഇങ്ങനെ ചുളിവൊന്നും വീഴുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ. നമുക്കിപ്പോൾ കുറേ ഇപ്പോൾ ഒന്ന് ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ ആണെങ്കിൽ ഉടുത്തോണ്ട് പോയാൽ അങ്ങനെ ചുളിവ് വീഴുന്ന മെറ്റീരിയൽ അല്ല. ഇതും ഒരു നല്ലൊരു സാരി നമ്പർ 8 ഒരു പിങ്കിൻ്റെ നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡ്, ഒരു ഫ്ലഷ് ടോൺ പിങ്കിൻ്റെയൊക്കെ ഷെയ്ഡ്. സാരി നമ്പർ 9. നല്ല നല്ല കളേഴ്സാണ് ഇതിൻ്റെ. 9 നോക്കി, ഇതാണ് സാരി നമ്പർ 9 വരുന്നത്. ഇതും ഒരു പേർപ്പിൾ ബ്രൗൺ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് കേട്ടോ. സാരി നമ്പർ 9. അടുത്ത് വരുന്ന സാരി നമ്പർ 10 വരുമ്പോൾ ഒരു ഡാർക്ക് പേർപ്പിൾ ടോൺ. അതിനകത്ത് ഇതേപോലെയാണ് ആ ഒരു ഊവൺ ഡിസൈൻ വന്നിരിക്കുന്നത്. മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോൾ ഒരു പീച്ച് ടോണിലേക്ക് വരും. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്, സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസ്. നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരീസൊക്കെ വരുന്ന അതേ ഫീലിലാട്ടോ. സാരി നമ്പർ 12 അല്ലേ. സാരി നമ്പർ 12 ഒരു വൈൻ പിങ്ക് ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 12. 13 വരുമ്പോൾ ഒരു വയലറ്റിൻ്റെ ഒരു വയലറ്റ് പർപ്പിൾ ആ ഒരു ഷെയ്ഡിലേക്ക്. വയലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ തെളിഞ്ഞ വയലറ്റ് അല്ല കേട്ടോ, ഒരു പർപ്പിളിൻ്റെ ഒരു ടോണില്ലേ. ആദ്യം കാണിച്ചത് 10 കാണിച്ചത് അല്പം കൂടെ ഡാർക്കാണ്, അതിലും അല്പം കൂടെ ലൈറ്റർ ആയിട്ടുള്ള ടോൺ. 14 ഒരു മോഫ് ടോണിലേക്ക് വരുന്ന ഷെയ്ഡ്. 14 നല്ല ഭംഗിയുള്ള കളേഴ്സ് എല്ലാം. 15
15 വരുമ്പോൾ നമുക്ക് മറൂൺ ഷെയ്ഡ്, 15 ഒരു മെറൂൺ ഷെയ്ഡ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സോഫ്റ്റ് സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻ. 1280 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്